നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും വണ്ടി വിസർജിച്ച പുകക്കൂട്ടം മാഞ്ഞില്ല എന്ന് നമ്മുടെ മുകുന്ദൻ കഥ എഴുതിയിട്ടുണ്ട്. മുകുന്ദൻ്റെ ഒരു കഥ തുടങ്ങുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മുകുന്ദനെ ഇവിടെ പറയാൻ കാര്യം, മുകുന്ദൻ നമ്മുടെ കാരണഭൂതനിപ്പം ഒരു കൊട്ട് കൊടുത്തിട്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ് മുകുന്ദനെ കഥയിലെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത്. അങ്ങനെ ഈ പുകക്കൂട്ടം അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നരേന്ദ്രമോദി വന്നു പോയി. എന്നിട്ടും മോദി ഇവിടെ ഉണ്ടാക്കിയ ഒരു തരംഗം ഇപ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇക്കുറി എത്തിയത്. നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു, അതുപോലെ മറ്റു ചില പരിപാടികളും ഒക്കെയായിട്ടാണ് എത്തിയത്. ഇതിലെ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യവും ചിത്രങ്ങൾ സഹിതം എല്ലാം വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഗുരുവായൂരിലെ ആ വിവാഹ ചടങ്ങിൻ്റേതാണ്. അവിടെ നമ്മുടെ താരപുങ്കവന്മാരൊക്കെ എത്തിയിരുന്നു. നക്ഷത്രങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പൊട്ടി വീണ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ താരപരിവേഷങ്ങളൊക്കെ ആകെ ചൂളിപ്പോയി. അല്ലെങ്കിലൊക്കെ ഇവർ വലിയ ദന്തഗോപുരത്തിൽ ഇരിക്കുന്നവരായിരുന്നു. പണ്ട് തിലകനേ ഉള്ളൂ ശരിക്ക് ഈ താരപുങ്കവന്മാർക്ക് നന്നായി കൊടുത്തിട്ടുള്ളത്. തിലകനൊക്കെ യഥാർത്ഥ നടന്മാരായിരുന്നു. ഇവരൊക്കെ ഈ വലിയ ദന്തഗോപുരത്തിൽ ഇരിക്കുകയും ജനങ്ങളെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു പെരുമാറ്റമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊന്നും വിലപ്പോകില്ല, അത് വേറെ കാര്യം. ഈ പുങ്കവന്മാരൊക്കെ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി ഈ വിവാഹ ചടങ്ങിന് വന്നിട്ട് ഈ താരപുങ്കവന്മാരെയും മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരാളാണ്. എല്ലാവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അപ്പോൾ നമ്മുടെ ചലച്ചിത്ര താരമെന്നാണല്ലോ പറയുന്നത്. സാധാരണ ഈ അഭിനയിക്കുന്നവരെ നടിക്കുന്നവനെ നടൻ, നടിക്കുന്നവളെ നടി എന്നാണ് പറയുന്നത്. ഈ മലയാളത്തിലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലും ഒക്കെയാണ് ഈ ഇത്തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കി വച്ചിരിക്കുന്ന താരം ഇങ്ങനെയൊക്കെയുള്ള വിശേഷണം കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നടൻ എന്ന് പറഞ്ഞാൽ മതി. തിലകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടൻ എന്നേ പറയാറുള്ളൂ. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ മമ്മൂട്ടി കൈയും കെട്ടിയാണ് അങ്ങനെ നിൽക്കുകയാണ്. ആ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മോദി വന്നപ്പോൾ കൈകെട്ടൊക്കെ മാറ്റി അഴിച്ചു എന്നൊക്കെ പറയുന്നുമുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ എന്തായാലും കൈകെട്ടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഞാനിതത്ര കണ്ടിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ ഈ താരപുങ്കവൻ നിൽക്കുന്നത്. ഞാനും അങ്ങ് വരുന്നുണ്ട് എന്ന്. എന്താ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ മമ്മൂട്ടി കുറേ കാലമായിട്ട് ഒരു രാജ്യസഭാ MP സ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരാളാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യവുമാണ്. ഇദ്ദേഹം അത് വേണ്ട തരത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയനാണ് വന്നതെങ്കിൽ നമ്മുടെ ഈ താരപുങ്കവൻ എന്ത് ചെയ്യുമായിരുന്നു? പഞ്ചപുച്ഛമടക്കി അങ്ങനെ നട്ടൽ എത്രത്തോളം വളയ്ക്കാം ആ തരത്തിൽ അങ്ങ് വളയ്ക്കുമായിരുന്നു. നട്ടൽ വളയ്ക്കാൻ കൂടി ഉള്ളതാണ് എന്നുള്ളത് കാണിച്ചു തന്നേനെ. അങ്ങനെ ഉള്ള ഈ താരപുങ്കവൻ ഇവിടെ മോദിയുടെ അടുക്കൽ കൈയും കെട്ടി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനും അങ്ങ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇടയ്ക്ക് നമ്മുടെ ജോൺ ബ്രിട്ടാസ് വഴി ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ MP സ്ഥാനത്തിന് വേണ്ടിയിട്ട്. ഈ സുരേഷ് ഗോപി രാജ്യസഭാ MP ആയി പോയി കഴിഞ്ഞപ്പോൾ ഈ മറ്റ് താരപുങ്കവന്മാർക്കെല്ലാം വലിയ പൂതി ഇളകിയിരിക്കുകയാണ്. ഇവർക്കും പോകണമെന്ന്. കാരണം സുഖമാണ്. മറ്റ് ജനങ്ങളുടെ അടുക്കൽ പോയി നിന്ന് തൊഴുത് വോട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സുഖമായിട്ട് വലിയ രാജ്യസഭാ MP നോമിനേറ്റ് ചെയ്ത വന്ന പുങ്കവനാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക. അതിനുവേണ്ടി ശ്രമിച്ചു. ബ്രിട്ടാസിൻ്റെ അടുക്കലല്ലേ? ബ്രിട്ടാസ് ആരാണ് മോന്? ഈ പേരിനകത്ത് ഉള്ളതുപോലെ അട്ടിമറി നടത്തുന്നവനാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസ് എന്ത് ചെയ്തു? അത് ആ പേരിലൂടെ ബ്രിട്ടാസ് അങ്ങ് കയറിപ്പോയി.
ബ്രിട്ടാസ് വഴി കുറേ നാൾ ഈ നമ്മുടെ ചെറിയാമ്പലിപ്പ് ഓപ്പറേറ്റ് ചെയ്ത് നടന്നതാണ്. ചെറിയാമ്പലിപ്പിന് സഹിയായിട്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോരുന്നെന്ന് പറഞ്ഞ് കൂടും കുടുക്കയും എല്ലായിടത്തങ്ങ് പോയി. അപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ മമ്മൂട്ടി പല പ്രാവശ്യം ശ്രമിച്ചതാണ്. മമ്മൂട്ടിക്കറിയാം ഈ 70-75 ഒക്കെ കഴിഞ്ഞില്ലേ, ഈ സിനിമ എന്ന് പറയുന്നത് കുറേ കാലം കഴിയുമ്പോൾ ഇങ്ങ് താഴോട്ട് ഇറങ്ങി വരേണ്ടി വരും, സമ്മാനം വാങ്ങാൻ താഴെ വരണം. അതുകൊണ്ട് വേറൊരു സ്ഥാനത്തേക്ക് അങ്ങ് പോകാം. മമ്മൂട്ടിയെ പോലുള്ള ഒരാൾ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടൊന്നും ഇരിക്കുന്നതിൽ പോരല്ലോ, അത് കുറച്ചിലല്ലേ. അപ്പോൾ ഈ MP ആയിട്ടിരിക്കുക ഒരു 5 വർഷം, 5 വർഷമെങ്കിൽ 5 വർഷം, അത് കഴിഞ്ഞാൽ പിന്നെയും ഇരിക്കുക എന്നുള്ള രീതിയിൽ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ പിണറായിയെ ഒട്ടി നിൽക്കുന്നത്. ഇങ്ങനെ ഇവിടെ കലോത്സവത്തിൽ മുഖ്യാതിഥിയായിട്ട് വരുന്നു, പിന്നെ കേരളീയത്തിൽ എത്തേണ്ടിടത്തെല്ലാം അങ്ങ് എത്തുകയും ചെയ്യും. പിണറായിയുടെ അടുക്കൽ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വണങ്ങി നട്ടല് വളച്ചൊടിച്ച് വരികയും ചെയ്യും. ഇവിടെ ഈ നിപ്പ് കണ്ടപ്പോൾ ഞാനിത് കുറേ കണ്ടു, ഞാനും അങ്ങ് വരുന്നുണ്ട് എന്നുള്ള മട്ടിലാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ആ ഒരു ഭാവം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ നരേന്ദ്രമോദി അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ താഴ്ത്തിയിട്ട് കാണുമായിരിക്കും. ആ ചിത്രം അങ്ങനെ അധികം കണ്ടില്ല. സുരേഷ് ഗോപിയുടെ മകൻ അത് പിന്നെ സമൂഹ മാധ്യമത്തിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ അല്പം ഈഗോ ഉള്ളൊരു മനുഷ്യനാണ് കേട്ടോ. പിന്നെ അക്കാഡമിക് ലെവൽ അദ്ദേഹത്തിൻ്റെ അല്പം ഉയരത്തിലാണ്. ഈ LLB-കാരനാണ്. പിന്നെ അല്പസ്വല്പമൊക്കെ വായനയും ഉണ്ട് കേട്ടോ. അല്പം വായിക്കുന്നവർക്കാണ് അല്പം തലക്കനവും ഉണ്ടാകും. അതങ്ങനെയാണ് വരുന്നത്. ഈ വായിക്കാത്ത പിന്നെ തലയിൽ ആൾതാമസം ഇല്ലാത്തവരും ഒക്കെ മലയാള സിനിമയിലുണ്ട്, ഒരുപാട് പുങ്കവന്മാരുണ്ട്. അവരാണ് പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി, അമ്മയല്ലല്ലോ AMMA എന്നുള്ള പേരിലാക്കി മാറ്റിയില്ലേ അത്. പക്ഷേ അമ്മയുണ്ട്, പക്ഷേ അച്ഛനില്ലാത്തൊരു കുറവാണ് ഈ മലയാള സിനിമയിലുള്ളവർക്കൊക്കെ തന്നെ. അതുകൊണ്ട് അതിൻ്റേതായ ഒരു അഹങ്കാരവും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ താരപുങ്കവന്മാർ ഈ കൈയും കെട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അത് കൈ കെട്ടുന്നത് അദ്ദേഹം അഴിക്കേണ്ട സമയത്ത് അത് അഴിക്കും എന്ന് നമുക്ക് കരുതാം.